ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്ന ഡാവിഞ്ചി റിസോൾവിലെ വേറൊരു ടിപ്സിനെ കുറിച്ചാണ്. അപ്പോൾ ടിപ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി തമ്മിലേന് കണ്ടിട്ടുണ്ടാവും. നമ്മൾ കോൺട്രാസ്റ്റ്, ഓക്കെ. അപ്പോൾ നമ്മുടെ പാരഡെ അല്ലെങ്കിൽ വെക്ടർസ്കോപ്പൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞ കോൺട്രാസ്റ്റുകൾ നമ്മൾ അറേഞ്ച് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ അല്ലാതെ നമുക്ക് ഏറ്റവും സിമ്പിൾ രീതിയിൽ നമുക്ക് കോൺട്രാസ്റ്റ് കറക്റ്റ് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാവിഞ്ചി റിസോൾവിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പം അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക, അറിയത്തില്ലാത്തവർ ഈ വീഡിയോ അവസാനം വരെ കാണുക. അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ ഒരു കോൺട്രാസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് വീഡിയോസ് ഞാനിവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാരണം നിങ്ങൾക്ക് ഇമേജിലൂടെ കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, കോൺട്രാസ്റ്റ് കറക്റ്റ് ലോഡായേക്കുന്നത്. അതിൻ്റെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പാരഡെ നോക്കിയാലും നിങ്ങൾക്ക് അതിൻ്റെ വെക്ടർസ്കോപ്പ് നോക്കിയാലും നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെ ഇവിടെ കാണിച്ചു തരാം. കണ്ടോ, 3-4 ഇമേജസ് ഞാൻ ഇവിടെ എടുത്തു എന്നുള്ളൂ. അപ്പോൾ കോൺട്രാസ്റ്റ് കറക്റ്റായിട്ട് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ ഈ വീഡിയോസ് എല്ലാം എടുത്ത് ഡിലീറ്റ് അടിച്ചേക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി തന്നെ അറിയാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇമേജസ് എല്ലാം ഞാൻ താഴേക്കൊന്ന് ലോഡ് ചെയ്തു. ഓക്കെ, ഒരു കുട്ടി ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നതാണ്. ഒരു കുട്ടീൻ്റെ കുഞ്ഞൊരു കൈ, ഒരു യോഗ, അത് കഴിഞ്ഞിട്ട് ഒരു അച്ഛൻ ഒരു കൊച്ചിന് ഫീഡ് ചെയ്യുന്നു. ഈ പറയുന്ന പോലെ മറ്റേ ഒരു ബുക്സ് വായിക്കുന്ന ഒരു സെക്ഷൻസ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് സാമ്പിളിന് വേണ്ടി എടുത്തേക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കെന്ത് ചെയ്യാം, കളർ വിൻഡോയിലേക്ക് പോവാം. കളർ വിൻഡോയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓൾറെഡി ക്ലിപ്സ് നമുക്കിവിടെ താഴെ തന്നിട്ടുണ്ടാവും. അല്ല, ക്ലിപ്സിൻ്റെ ഒരു സെക്ഷൻ ഇല്ലാത്തൊരു നമ്മുടെ റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോ ഓരോ വേർഷൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ നമ്മൾ ക്ലിപ്സ് ഒന്ന് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണുന്നതായിരിക്കും കേട്ടോ. അപ്പം എന്ത് ചെയ്താലും നമ്മൾ നേരത്തെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സീരിയൽ നോഡ് ആഡ് ചെയ്യണം. അതിന് ഞാനിവിടെ ഓൾട്ട് എസ് വിൻഡോസിൽ അല്ലെങ്കിൽ ഇതിനകത്താണെങ്കിൽ മാക്കിലാണെങ്കിൽ ഓപ്ഷൻ എസ് കൊടുക്കുക. അപ്പം ഇതെല്ലാവർക്കും അറിയാവുന്നവരായിരിക്കും അല്ലേ. അപ്പം ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിലരൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യും. ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പിടിച്ചൊരു കോൺട്രാസ്റ്റ് വലിച്ച് നമ്മളത് ചെയ്യാറുണ്ട്. അങ്ങനെയും ചെയ്യാം. അതൊരു വേറൊരു മെത്തേഡ്. ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് കറക്റ്റ് എക്സാക്ട്ലി ഒരു ഹൈലൈറ്റും കോൺട്രാസ്റ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതുതന്നെയാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഒരു നോഡ്, സീരിയൽ നോഡ് ഞാൻ ആഡ് ചെയ്തു. സീരിയൽ നോഡ് ആഡ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ കേർവ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു മൗസ് പോയിൻ്റർ വന്നിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കേർവ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. അപ്പോൾ കേർവ്സിൽ നമുക്ക് ഏറ്റവും താഴെ, കേർവ്സിൻ്റെ ഏറ്റവും താഴെ എന്ന് പറഞ്ഞാൽ ഷാഡോ, ഒരു പകുതി വരെയുള്ള നമുക്ക് ഷാഡോ, പിന്നെ സെൻറ്റർ, മിഡും, നമുക്കൊരു ഹൈലൈറ്റ്, അങ്ങനെയാണല്ലോ. അതേപോലെ ഇതൊരു ഷാഡോ, ഇതൊരു മിഡും, ഇതൊരു ഹൈലൈറ്റ്, അങ്ങനെയായിരിക്കും നമ്മുടെ എന്ത് ചെയ്യുന്നത്, കേർവ്സിൽ നമ്മുടെ വാല്യൂ നമുക്ക് ആഡ് ഓൺ ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത് കറക്റ്റായിട്ട് നമുക്കിത് കോൺട്രാസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് നിൽക്കുമ്പോൾ ഒരു 3 ഡോട്ടായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. റീസെറ്റിൻ്റെ തൊട്ട് സൈഡിൽ, റീസെറ്റ് ഇതിന് തൊട്ട് സൈഡിൽ തന്നെ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ എഡിറ്റബിൾ സ്പ്ലൈൻസ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ടിക്ക് ഓൺ ആക്കുക. അത് ഓഫ് ആണെങ്കിൽ ജസ്റ്റ് ടിക്ക് ഓൺ ആക്കുക. ഓൺ ആക്കി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഹൈലൈറ്റിൻ്റെ മുകളിൽ കണ്ട ഒരു ഡോട്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് അതിൻ്റെ ടാൻജൻറ്റ് അല്ലെങ്കിൽ നമുക്ക് കർവിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെക്ഷൻ കിട്ടും. അതിനെന്ത് ചെയ്യുക, നിങ്ങൾ ഹൈലൈറ്റിൽ നിന്ന് ജസ്റ്റ് മുകളിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്യുക. നിങ്ങളെ എത്രയാണോ വിഷനിൽ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ അപ്പ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം നേരെ താഴെയുള്ള ഷാഡോസിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നോക്കി കോൺട്രാസ്റ്റ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ. കണ്ടോ, കോൺട്രാസ്റ്റ് കണ്ടോ, അതിനകത്ത് കറക്റ്റായിട്ട് ലോഡായിട്ടുണ്ട്. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ കേർവ്സിൽ കോൺട്രാസ്റ്റ് കറക്റ്റ് അറേഞ്ച് ചെയ്യുന്ന ഒരു സിനിമാറ്റിക് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കോൺട്രാസ്റ്റിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ അപ്പ് ചെയ്ത് കൊടുത്താൽ അതിൻ്റേതായ ഒരു നോക്കിയാൽ നമുക്ക് നോക്കാമല്ലോ. കണ്ടോ, വിഷ്വൽ ഇച്ചിരി ഓവറായെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇച്ചിരി കുറയ്ക്കാം അല്ലേ. ഇച്ചിരി കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കണ്ട എൻ്റെ കോൺട്രാസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് പ്ലേസ്ഡ് ആയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് തൊട്ടടുത്തുള്ളൊരു യോഗേൻ്റെ സെക്ഷൻ ഉണ്ട്. യോഗേൻ്റെ ഇതേപോലെ തന്നെ ഓപ്ഷൻ എസ് ഞാൻ കൊടുത്തു. അത് ഇച്ചിരി കോൺട്രാസ്റ്റ് എടുത്തു. എന്നിട്ട് ഞാൻ സ്പ്ലൈൻ പോയി ഇച്ചിരി ഞാൻ ഹൈലൈറ്റ് അപ്പ് ചെയ്തു. പക്ഷേ ഷാഡോസിൽ എന്ത് ചെയ്തു, തഴിയേക്കൊന്ന് ചെറുതാക്കി ഒന്ന് കൊടുത്തു. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ചെന്ന് നോക്കിയേ.
കണ്ടോ ഒരു സിനിമാറ്റിക് ലുക്ക് ഉണ്ടോ, കോൺട്രാസ്റ്റ് വന്ന് പ്ലേസ് ചെയ്ത് നമ്മുടെ ബാക്കിയുള്ള ടെക്സ്റ്റേഴ്സും കാര്യങ്ങളും എക്സാക്ട്ലി ആയിട്ട് നമുക്ക് പ്ലേസ്ഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി ഒരു സാമ്പിൾ കിടക്കും. ഒരു അച്ഛനെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫീഡ് ചെയ്യുന്നൊരു സെക്ഷനാണ്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യുക, എടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഞാൻ നേരത്തെ ചെയ്ത പോലെ ഒന്ന് അപ്പ് ചെയ്യാം. എത്രയാണ് നിങ്ങൾക്ക് ഹൈലൈറ്റ് വേണ്ടത് ഹൈലൈറ്റ് അപ്പ് ചെയ്തു. എന്നിട്ട് ഷാഡോസിന് ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടി ഒന്ന് കൺട്രോൾ ചെയ്തു. നിങ്ങൾക്ക് ഇപ്പം നോക്കി കേട്ടോ, ഈ പ്രിവ്യൂ ഡിസേബിളും ചെയ്യാൻ വേണ്ടി കൺട്രോൾ ഡി ആണ്, മാക്കിലാണ് കമാൻഡ് ഡി അടിച്ച് നിങ്ങൾക്ക് പ്ലേസ് ചെയ്ത് നോക്കാമെന്നാണ്. കണ്ടോ കോൺട്രാസ്റ്റ് എക്സാക്റ്റ്ലിയാണ് പ്ലേസ് ആയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കേർവ്സിന് നമ്മൾ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് തോന്നുന്നു. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പം മനസ്സിലായിട്ടുള്ളവരൊന്ന് ചെയ്തു നോക്കുക, ഇല്ലാത്തവർ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഒന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക. ഇതേപോലുള്ള അടിപൊളി ടിപ്സുമായിട്ട് ഇനി നമുക്ക് വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കൂടെ കാണുന്നതിന് വരെ ഓക്കെ ബൈ, താങ്ക്സ്.